ട്രേഡിംഗിൽ എപ്പോഴെങ്കിലും ഒരു വലിയ ലോസ് വരുത്തിയ ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾ മാത്രമല്ല, ട്രേഡിംഗിൽ ഒരു വലിയ ലോസ് നമ്മളെല്ലാ ആളുകളെയും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രേഡേഴ്സും ഈ വീഡിയോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ട്രേഡിംഗിൽ ഒരു ലോസ്, ഒരു വലിയ ലോസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ റിയൽ ലൈഫിൽ കാശായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മത പുലർത്താറുണ്ട്. നമ്മളൊരു സാധനം ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും വില കുറച്ച് വാങ്ങാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി നമ്മൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മത പുലർത്താറുണ്ട്. പക്ഷേ പലപ്പോഴായിട്ടും നമ്മൾ ഡിജിറ്റലി നടത്തുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സൂക്ഷ്മത പുലർത്താനായിട്ട് പറ്റാറില്ല. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഡിജിറ്റലി നമുക്കൊരു പൈസ ഒരു ട്രേഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ബാലൻസ് കാണിച്ച് ആ ഒരു നെഗറ്റീവ് ബാലൻസ് വലുതായി പോകുന്ന ഒരു സിനാരിയോ, ആ ഒരു സാഹചര്യം നമുക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് വളരെയധികം ഫ്രീസായി പോകും. എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു പിടുത്തവും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. കാരണം ഇതൊരു പുതിയ എക്സ്പീരിയൻസ്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ട്രേഡിംഗ് ഉള്ളത്. പല സമയങ്ങളിലും ട്രേഡേഴ്സിന്റെ തലച്ചോറ് വലിയൊരു നഷ്ടം വരുത്തി അങ്ങ് ഫ്രീസാക്കി വെച്ച് ഒരു ഹ്യൂജ് ലോസ് ഉണ്ടാക്കി ആ അവസാനം മാർക്കറ്റിൽ നിന്ന് ശപിച്ച് പടിയിറങ്ങി പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് ട്രേഡിംഗിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ട്രേഡിംഗിൽ നമ്മൾ വന്നിട്ടുള്ളത് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രേഡിംഗിൽ നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം തന്നെ നമ്മളുടെ മുൻധാരണകൾക്ക് എതിരാ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മെന്റലി ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നീട് നമുക്ക് അറിയാം 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് ഉണ്ടല്ലോ നമ്മളെ രക്ഷിക്കാൻ. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടതെന്നോ ചിന്ത നമ്മളിലേക്ക് വന്നേക്കാം. അതായത് ഒരു ട്രേഡിൽ 100 രൂപ നഷ്ടം വരുത്തുകയും ഒരു ട്രേഡിൽ 200 രൂപ ടാർഗറ്റ് ചെയ്യുകയും ചെയ്താൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ ട്രേഡിങ്. കാരണം എന്റെ നഷ്ടം ലിമിറ്റഡ് ആണ്, എന്റെ ലാഭം നഷ്ടത്തേക്കാൾ ഡബിൾ ആണ്. 1:2 ആണ് എന്റെ റിസ്ക് റിവാർഡ്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നും കൂടി നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാ ആളുകളും ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം അതിശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു റോഡിലൂടെ നമ്മൾ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നുള്ള നിയമമുണ്ട്. ചവറുകൾ പുറത്തേക്ക് വലിച്ചെറിയരുത് എന്നുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും പാലിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ വയലേറ്റ് ചെയ്തിട്ടില്ലേ? യെസ്, എപ്പോഴെങ്കിലൊക്കെ നമ്മളത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ട്രേഡിംഗിലും അത് ആപ്ലിക്കബിൾ ആണ്. അതായത് എപ്പോഴും നമ്മൾ പാലിക്കും നിയമം, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളൊരു വയലേറ്റ് ചെയ്യും. ട്രേഡിംഗിൽ റിയൽ ലൈഫിൽ നടത്തുന്ന വയലേഷനിൽ ചെറിയൊരു ഫൈനിൽ ഒതുങ്ങുമെങ്കിൽ, നമ്മളെന്നാൽ ട്രേഡിംഗിൽ നടത്തുന്ന വയലേഷൻ, ഒരു ദിവസത്തെ ഒരു വയലേഷൻ മതിയാകും ഒരു ഹ്യൂജ് ലോസ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 1:2 റിസ്ക് റിവാർഡ് നമ്മളെ എപ്പോഴും രക്ഷിക്കും എന്നുള്ള ചിന്ത വേണ്ട. ചില സമയങ്ങളിൽ നമ്മൾ വയലേറ്റ് ചെയ്യും ഈ ഒരു റൂള്. ആ ദിവസങ്ങളിൽ നമുക്കൊരു ഹ്യൂജ് ലോസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലോസ് ട്രേഡിംഗിൽ, വലിയ ലോസ് ട്രേഡിംഗിൽ വരുമെന്നുള്ള കാര്യം എന്ന് പറയുന്നത് മരണം പോലെ സത്യമായ ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. അത് ചിലപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് ആകാം, അതല്ലെങ്കിൽ ആക്ച്വൽ ട്രേഡിംഗ് ടൈമിലും ആകാം. പലപ്പോഴായിട്ടും ആളുകൾക്ക് വരാറ് ഓവർനൈറ്റ് പൊസിഷൻ വെച്ചിട്ടാവാം. വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ട്രേഡേഴ്സിന് വലിയൊരു ലോസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലോസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ സ്ഥിതിക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ദിവസം ഈ ഒരു കാര്യങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതിലൂടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ലോസ് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഒഴിവാക്കിയല്ല. അതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്താണ്? ഒരു ലോസ് ഉണ്ടായാൽ ആ ഒരു ലോസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് സാഹചര്യങ്ങളിലാണെങ്കിൽ കൂടിയും നമുക്ക് ലോസ് ഉണ്ടായി എന്നിരിക്കട്ടെ, നമുക്കൊരു ഹ്യൂജ് ലോസ് ഒരു ദിവസം ഉണ്ടായി, ഒരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പൊസിഷനിൽ ഒരു ഹ്യൂജ് ലോസ് ഉണ്ടായി എങ്കിൽ നമ്മൾ ആ ഒരു ലോസിന് അങ്ങ് ഹിറ്റ് ചെയ്യുക, അതായത് ആ ലോസിനെ അങ്ങ് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ് ആദ്യ ഒരു നടപടി. ഇനിയും ആ ലോസ് വർദ്ധിച്ച് ഒരു ഭീമാകാരമായിട്ടുള്ള ലോസ് ആകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ലോസ് ഉണ്ടായി ആ ലോസിനെ അങ്ങ് ബുക്ക് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീടുള്ള ഏതാനും മണിക്കൂറുകളാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം ക്രിട്ടിക്കലാണ്. അതായത് ഒരു ലോസ് ഉണ്ടായല്ലോ, ഒരു ഹ്യൂജ് ലോസ് ഉണ്ടായല്ലോ, ഇത് നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മൾ ഇത്തരത്തിൽ നമ്മളെ കാശ് പോകുമെന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയും ഉണ്ടായില്ല. നമ്മുടെ കാശ് പോയി, ഇതെങ്ങനെ സഹിക്കും? നമ്മുടെ മനസ്സ് ഇതെങ്ങനെ സഹിക്കും? കാരണം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള പൈസയാണ് വെറുതെ മാർക്കറ്റിൽ ഒരു ഓവർനൈറ്റ് പൊസിഷനിലൂടെ ലക്ഷങ്ങൾ നഷ്ടമായിട്ടുള്ളത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതെങ്ങനെ സഹിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം. ആദ്യം ലോസ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് മനസ്സിലാക്കുക, ഈ ലോസ്
ലോസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ലോസ്. ഈ ലോസിനെ എനിക്ക് അടുത്ത ട്രേഡിൽ നിന്ന് ഈ ലോസിനെ മറികടന്ന് അന്നത്തെ ദിവസം കോസ്റ്റ് ആയിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ലോസ് എന്റെ പ്രശ്നം കൊണ്ടല്ല, ഒരു ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനാരിയോ കൊണ്ടാവാം ഒരു ഹ്യൂജ് ലോസ് ഉണ്ടായത്. ഈ ലോസിനെ മറികടക്കാനായിട്ട് ഒറ്റ ട്രേഡിലാണ് വലിയ ലക്ഷങ്ങളുടെ ലോസ് ഉണ്ടായത്. ഈ ലക്ഷങ്ങൾ മറികടക്കാനായിട്ട് എനിക്ക് ഒരു ട്രേഡ് പോരാ, അതിന് ഇനി കുറെ നാളുകൾ എടുത്തേ എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം അടുത്ത ട്രേഡ് എടുക്കുന്നത് ഈ ലോസിനെ മറികടക്കാനാണ്. ഇതിനെ റിവഞ്ച് ട്രേഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും, ഓമന പേരിൽ വിളിക്കുമെങ്കിൽ കൂടിയും അതിന്റെ ആക്ച്വൽ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുണ്ടാക്കിയ ലോസ് അത് നമുക്ക് മാനേജ് ചെയ്യണം, ഈ കാശ് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മളുടെ സ്വാഭാവികമായി നമ്മൾ ഒരു ട്രേഡിൽ നിന്നെടുക്കുന്ന പ്രോഫിറ്റിനേക്കാൾ എത്രയോ മടങ്ങായി ലോസ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രേഡിൽ നിന്ന് നമുക്ക് ഈ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഇതിന് കുറച്ച് നാളുകൾ എടുത്തേക്കാം, ചിലപ്പോൾ ഒരു 6 മാസം എടുത്തേക്കാം, ചിലപ്പോൾ അപ് ടു 1 വർഷം എടുത്തേക്കാം. ഇതങ്ങ് മനസ്സിലാക്കുക, ഇതങ്ങ് മനസ്സിലേക്ക് നമ്മൾ അത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നൊക്കെ പറയാറില്ലേ. ഇപ്പൊ വീട്ടിലൊരാള്, നമ്മുടെ വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, നമ്മളത് ആദ്യത്തെ ദിവസം നമുക്ക് വലിയൊരു ഷോക്കായിരിക്കും. പിന്നീട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, വേദനാജനകമാണെങ്കിൽ കൂടി ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ആപ്ലിക്കബിൾ ആക്കണം. അല്ലാതെ അടുത്ത ട്രേഡിൽ പോയി എനിക്ക് ഈ ലോസ് ഇന്ന് തന്നെ എടുക്കണം, തിരിച്ചു പിടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ശുദ്ധ വിഡിത്തമാണ്. അത് ആത്മഹത്യപരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ ഈ ഒരു ലോസ് പതിയാണ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒറ്റ ഷോർട്ട് കട്ട്. ഇത്രേ ഉള്ളൂ, ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഇത് മറികടക്കാനായിട്ട് ഒരു സൂത്രവാക്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഗുളിക കഴിച്ചാൽ ഇത് മറക്കോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇതൊരു പെയിൻഫുൾ ആണ്. ആ പെയിൻഫുള്ളോട് കൂടിയിട്ട് ഇത് പതിയെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ട്രേഡ് നമ്മൾ പുലർത്തണം. അവിടെയാണ് അടുത്ത എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ ലോസിന് ശേഷം നമ്മൾ ഒരു പുതിയ വ്യക്തിയായി തീരരുത്. ഈ ലോസിന് ശേഷം എങ്ങനെയാണോ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഏത് സെറ്റപ്പിൽ അനുസരിച്ചാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, ആ സെറ്റപ്പിൽ നിന്ന് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യണം. അല്ലാതെ പുതിയ സെറ്റപ്പ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഓൾറെഡി തന്നെ മുറിവേറ്റ ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ട്രേഡിംഗ് ലൈഫിൽ പുതിയ യാതൊരു സ്ട്രാറ്റജി ഒന്നും വെച്ച് പുലർത്തണ്ട. ഇത് തന്നെ നിലവിലുള്ള സ്ട്രാറ്റജി, നിങ്ങൾക്ക് അത് വർക്കായ സ്ട്രാറ്റജിയാണ്. ഈ ലോസ് ഉണ്ടായത് ഈ നിങ്ങളുടെ സ്ട്രാറ്റജി ഫെയിൽ ആയതുകൊണ്ടല്ല, മറിച്ച് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ലോസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജീനെ കുറ്റം പറയരുത്. ആ സ്ട്രാറ്റജിയിൽ നിന്ന് ഉൾക്കൊണ്ട് പതിയെ ഉറുമ്പ് ഇങ്ങനെ നമ്മൾ ശേഖരിക്കും പോലെ ശേഖരിച്ച് മാത്രമാണ് ഈ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതും ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോസ് ഉണ്ടായി, നിങ്ങളുടെ പൈസ പോയിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പൈസയെ പോകാൻ പാടുള്ളൂ, നിങ്ങളുടെ കോൺഫിഡൻസ് പോകരുത്, നിങ്ങളുടെ സ്കില്ല് പോകരുത്. സ്കില്ലും കോൺഫിഡൻസും കൂടി പോയാൽ നിങ്ങൾക്ക് മുന്നോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പൈസ പോയി, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് പോവാതെ, സ്കില്ല് പോകാതെ, ആ സ്കില്ലിനെയും കോൺഫിഡൻസിലും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഈ ലോസ് പതിയെ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ റിവഞ്ച് ട്രേഡ് ചെയ്യരുത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാം. ഞാനെന്ത് ശുദ്ധ മണ്ടത്തരാണ് പറയുന്നത്, കാശ് പോയത് എങ്ങനെ പോസിറ്റീവായിട്ട് കാണും എന്ന് ചിന്തിക്കേണ്ട. ഇതിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താ പോസിറ്റിവിറ്റി? ഈ കാശ് പോയത് ഒരു എക്സ്പീരിയൻസ്, ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമല്ലോ. ഇത് എന്തുകൊണ്ടാണ് കാശ് പോയത്? ഓക്കെ, ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ഇത്ര ഹ്യൂജ് ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു മാർക്കറ്റിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇനി നമ്മുടെ മുന്നിൽ വന്നാൽ ഇനി നമ്മൾ പിടികൊടുക്കില്ല, ഇനി നമ്മളൊരു ലോസിൽ നമ്മൾ തലവെക്കില്ല എന്നൊരു തീരുമാനം, ഒരു സൂക്ഷ്മത പുലർത്തിയാൽ നിങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള ട്രേഡിങ്ങിൽ, അതായത് ട്രേഡിങ്ങിൽ നമ്മൾ വന്നിട്ടുള്ളത് 1 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടല്ലോ, ലൈഫ് ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് ട്രേഡിങ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ ഒരു ട്രാപ്പിൽ പെടില്ല എന്ന് ചിന്തിച്ചാൽ ഇതിന് ഒരു പോസിറ്റീവായിട്ട് കാണാം. ഞാൻ പറഞ്ഞത് ഇതിൽ ഒരുപാട് ലെയറുകളുണ്ട്, ഒരുപാട് മാനസിക തലങ്ങളുണ്ട്. ഒരുപാട് ലോസ് വന്നിട്ടുള്ള ആളുകൾക്ക് മേ ബി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ലോസ് വരാത്ത ആളുകൾ മേ ബി ഇത് ഈ വീഡിയോ കാണുന്നത് ഒരു ഇല്യൂഷൻ പോലെ ആവാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ട്രേഡിങ്ങിലും നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. ട്രേഡിങ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പോലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം എവിടെ പഠിക്കാനാണ്? അനുഭവിച്ചാലേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനുഭവിച്ച് പഠിക്കാതെ ഇരിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറട്ടെ. ഇനി ലോസ് വന്ന ആളുകൾ ഇത് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂടി എത്തിക്കാനും കൂടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക് യു.